വത്സൻ തില്ലങ്കേരി കൂടി ചേരുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി. ശ്രീ വത്സൻ തില്ലങ്കേരി, ശബരിമലയിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പമാണ് ദേവസ്വം ബോർഡ് വിതരണം ചെയ്തിരിക്കുന്നത്. ശബരിമല ദർശനത്തിനെത്തിയ കൊച്ചി സ്വദേശികൾക്കാണ് ഇത്തരത്തിൽ കാലപ്പഴക്കം കൊണ്ട് പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം ലഭിച്ചിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ജനണ്ടി ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്, വേദനാജനകമാണ്. ശബരിമല തീർത്ഥാടനം എന്നത് അതിൽ വ്രതവിശുദ്ധിയും അതുപോലെ തന്നെ സാത്വികാഹാരങ്ങൾ, ആഹാരശുദ്ധിയും വളരെ പ്രധാനമായി ഈ തീർത്ഥാടന കാലത്ത് ഭക്തജനങ്ങൾ 41 ദിവസത്തെ വ്രതത്തോടൊപ്പം അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വ്രതമെടുത്തതിന് ശേഷമാണ് ശബരിമലയിൽ പോകുന്നത്. പരിപാവനമായ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രസാദമായി വിതരണം ചെയ്യുന്ന വസ്തുക്കളിൽ പോലും ഇതുപോലെ അശ്രദ്ധമായി ആഹാരശുദ്ധി പോകട്ടെ, സാധാരണഗതിയിൽ പറയാറുള്ള ഭക്ഷണത്തിൽ പുലർത്തേണ്ടുന്ന വൃത്തിയോ കൃത്യതയോ പാലിക്കാതെയാണ് വിതരണം ചെയ്യുന്നത് എന്നത് ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ ശബരിമലയിലെ ഈ സംവിധാനങ്ങളുടെ എല്ലാം പരാജയമാണ് തെളിയിക്കുന്നത്. സത്യത്തില് ദേവസ്വം ബോർഡ് ശബരിമലയിലെ ഭക്തന്മാരെ കൊള്ള ചെയ്യാൻ, അവരെ ചൂഷണം ചെയ്യാൻ, അവരുടെ സമ്പത്ത് മാത്രം മോഹിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലോ അവർക്ക് ആവശ്യമായ സുഖദർശനം നൽകുന്നതിനോ അക്കാര്യത്തിൽ ശുഷ്കാന്തി പുലർത്താത്ത, ആ കാര്യങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കാത്ത ദേവസ്വം ബോർഡാണ് ഇതുപോലുള്ള ക്രൂരത കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തി ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം അവിടെ വിജിലൻസ് നടത്തണം. ഇത് ആവർത്തിച്ചുകൂടാ. കഴിഞ്ഞ വർഷം അരവണയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ദേവസ്വം ബോർഡിനുണ്ടായെന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾ അവിടെ തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി സമർപ്പിക്കുന്ന കാണിക്ക എടുത്തിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനം അത് നശിപ്പിക്കണം. ആ നശിപ്പിക്കാനുള്ള ചെലവും കൂടി ഭക്തജനങ്ങളുടെ കാണിക്ക എടുത്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഏലക്കയിൽ വിഷം കലർന്നു എന്നൊക്കെ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം ചെയ്തത്. അപ്പോ ഇത് ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ പ്രസാദമായി കൊടുക്കുന്ന അരവണയാണെങ്കിലും അപ്പമാണെങ്കിലും അത് ഏറ്റവും വിശുദ്ധമാണ് എന്നാണ് കരുതുന്നത്. ആ വിശ്വാസത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുന്ന ഇത്തരം പ്രസാദ വസ്തുക്കൾ പോലും മാലിന്യം കലർന്നതാണെന്നും ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് തകരാറുണ്ടാക്കുന്നതാണെന്നും വരുമ്പോൾ എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് ബന്ധപ്പെട്ടവർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ കിടന്നുറങ്ങുകയാണ്. അവരുടെ കൃത്യം, അവരുടെ ഡ്യൂട്ടി യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നുണ്ടോ? ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശബരിമലയെയും അതിന്റെ വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി ചില ആളുകൾ അതിന്റെ ബോർഡിന്റെ ഉള്ളിൽ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് സംശയത്തക്ക രീതിയിൽ, ന്യായമായി സംശയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഭക്തജനങ്ങൾ എന്ത് വിശ്വസിച്ചാണ് അവിടുത്തെ പ്രസാദത്തിന് വാങ്ങേണ്ടത്? ഓരോ വർഷവും ഇത് ആവർത്തിച്ചു വരികയാണ്. എന്താണ് അത് വ്യക്തമാക്കുന്നത്? അനുഭവത്തിൽ നിന്നൊരു പാഠവും പഠിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളാരും ശബരിമലയെ, അതിന്റെ പ്രശസ്തിയെ, അവിടേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസത്തെ മുറിവേൽപ്പിക്കരുത്, അതിന് ഭംഗം വരരുത് എന്ന് കരുതിയാണ് ഇത്തരം കാര്യങ്ങളിൽ ശബരിമലയെ ഒരു സമരകേന്ദ്രമാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങാത്തത്. പക്ഷേ ഭക്തജനങ്ങളെ കൊണ്ട്, ഹിന്ദു സംഘടനകളെ കൊണ്ട് സമരം നടത്തിയേ അടങ്ങൂ എന്നുള്ള ഒരു നിലപാടിലാണ് ദേവസ്വം ബോർഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ വാർത്ത ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. കുറ്റക്കാരെ ഇന്ന് കണ്ടെത്തിയാൽ അവരെ ശിക്ഷിക്കണം എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടാൻ. വളരെ നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി പ്രതികരിച്ചതിന്.